വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷന്റെയും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷന്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് ദിവസം വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനും സെയിം ഡേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പം ഈ ഒരു രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിലോട്ടുള്ള സീറ്റ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ബുക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ID കാർഡും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് ആയി മാറുകയുള്ളൂ. രജിസ്ട്രേഷൻ ചെയ്തെങ്കിലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ID കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിൽ കിട്ടത്തുള്ളൂ. ഈ ID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം വരെ അതല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പൊ 3 വർഷം വരെ ഈ ഒരു ID കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് നിങ്ങളുടെ ഒരു പ്രൂഫാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ രജിസ്ട്രേഷൻ ആരും തന്നെ കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യണം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുക. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരു കാരണവശാലും നിൽക്കരുത്. കാരണം ലാസ്റ്റ് ടൈമിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെയോ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ യൂണിവേഴ്സിറ്റി പറയുന്ന ടൈമിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇനി ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്